ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ പൊതുവെ കണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഈസി ആയിട്ട് ഒരു വെജ് പിസയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസിന് ആവശ്യമായിട്ടുള്ളത് മൈദ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഓയിൽ 1 ടേബിൾ സ്പൂൺ, പിന്നെ വെള്ളം ഒക്കെ കൂട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 മണിക്കൂറോളം മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അത് കൈ കൊണ്ട് നല്ല റൗണ്ടിൽ കട്ടിയായി പരത്തിയെടുക്കുക. ഇതിന് നല്ല കട്ടിയുള്ള ബേസാണ് കേട്ടോ ആവശ്യം. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഗ്യാസ് ഓണാക്കുക. എന്നിട്ടൊരു ഫോർക്ക് എടുത്തിട്ട് നല്ല എല്ലാ സ്ഥലത്തും ഇതുപോലെ കുത്തിയിടുക. ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരാതൊക്കെയാണ്. ഇനി ബാക്ക് ഭാഗം ഒന്ന് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇനി 1 സ്പൂണ് സോസ് നന്നായിട്ട് പരത്തി കൊടുക്കുക. അതിന് ശേഷം വൈറ്റ് സോസാണ് ആഡ് ചെയ്യുന്നത്, 1 സ്പൂണ്. അപ്പോൾ വൈറ്റ് സോസ് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, അവിടെ ലിങ്ക് ഉണ്ട് കേട്ടോ. ഇനി വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ഉള്ളിയൊക്കെ നീളത്തിൽ അരിഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക കേട്ടോ, പിസക്ക് ആവശ്യമായിട്ടുള്ള. അപ്പം പല കളേഴ്സിൽ കിട്ടും ക്യാപ്സിക്കം. അപ്പം നമ്മളെ വീട്ടിൽ എപ്പോഴും കളേഴ്സ് ക്യാപ്സിക്കം ഉണ്ടാവണമെന്നില്ലല്ലോ. ഇനി വൈറ്റ് സോസാണ് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ആഡ് ചെയ്യണേ. വൈറ്റ് സോസ് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ വേണം പരത്തി കൊടുക്കാൻ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊരിച്ച ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് പൊരിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കവുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ആ വൈറ്റ് സോസിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ അമർത്തി കൊടുക്കുക. ഇനി ഒരു 15 to 20 മിനിറ്റോളം അടച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്, ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.